Hi students, Kerala University BSc Mathematics Honours ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ബാസ്ക്കറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അതിനകത്തെ MDC കോഴ്സുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലുമാണ് MDC ഉള്ളത്. ഫസ്റ്റ് സെമ്മിലുള്ളത് ന്യൂമറിക്കൽ എബിലിറ്റി 1ഉം മാത്തമാറ്റിക്കൽ തിങ്കിങ്ങും, സെക്കൻഡ് സെമ്മിലുള്ളത് ന്യൂമറിക്കൽ എബിലിറ്റി 2, ബിസിനസ് മാത്തമാറ്റിക്സ്, ബേസിക് ഓപ്പറേഷൻസ് റിസർച്ച്, ഇൻട്രൊഡക്ഷൻ ടു മോഡുലാർ അരിത്തമെറ്റിക് ആൻഡ് ക്രിപ്റ്റോഗ്രഫി. ഇതിനകത്ത് വളരെ ഈസി ആയിട്ടുള്ള രണ്ടെണ്ണമാണ് ഫസ്റ്റ് സെമ്മിലെ ന്യൂമറിക്കൽ എബിലിറ്റി 1ഉം സെക്കൻഡ് സെമസ്റ്ററിലെ ന്യൂമറിക്കൽ എബിലിറ്റി 2. പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന MDC ആണ് ഫസ്റ്റ് സെമ്മിൽ ന്യൂമറിക്കൽ എബിലിറ്റി 1, സെക്കൻഡ് സെമസ്റ്ററിൽ ന്യൂമറിക്കൽ എബിലിറ്റി 2. PSC പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിന് നിങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള സിലബസാണ് ഇവിടെ യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ളത്. സിലബസിന് പുറമെ നിങ്ങൾക്ക് PSCക്ക് പെട്ടെന്ന് ചെയ്യാൻ രീതിയുന്ന ഈസി ട്രിക്സുകളും പല മെത്തേഡുകളും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ സിലബസ് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് സെമ്മിലെ ന്യൂമറിക്കൽ എബിലിറ്റി 1 നമുക്ക് നോക്കാം. ഫസ്റ്റ് സെമസ്റ്റർ ന്യൂമറിക്കൽ എബിലിറ്റി 1. നിങ്ങൾക്ക് PSC പോലെയുള്ള പരീക്ഷകൾ ട്രൈ ചെയ്തിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. പല ന്യൂമറിക്കൽ തിങ്കിങ്ങിൻ്റെയും എബിലിറ്റിയുടെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ കാണാം. അവിടെ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് HCF, LCM, പെർസെൻറ്റേജ്, ആവറേജ്. നമുക്കറിയാം ആവറേജ് കാണാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ പല PSC ക്വസ്റ്റ്യൻസിലും കാണാം. നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ ഈസിയാണ്. പുതുതായിട്ട് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും സിലബസിൽ പഠിക്കുന്നില്ല. പക്ഷേ നമ്മൾ നിങ്ങളെ കുറേ ഈസി മെത്തേഡ്സ് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ സ്ക്വയർ കാണാം, പെട്ടെന്ന് സ്ക്വയർ കാണാം, ക്യൂബ് കാണാം, അല്ലെങ്കിൽ ഒരു നമ്പറിനെ 11 കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, 99 കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, 50ക്ക് 50-നടുത്തുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ എങ്ങനെ കാണാം, 100-നടുത്തുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ കാണാം, അങ്ങനെ ഒരുപാട് മെത്തേഡ്. അതേപോലെ തന്നെ ഒരു ഫിഗർ തന്നിട്ട് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്, എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാകാം. ഈ കാര്യങ്ങളെല്ലാമാണ് നിങ്ങളെ എക്സ്ട്രാ ആയിട്ട് പഠിപ്പിക്കുന്നത്. സിലബസിന് പുറമേ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സിലബസിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുമാതിരി ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ HCF, LCM, പെർസെൻറ്റേജ്, ആവറേജ്, ഈ കാര്യങ്ങളേ ഉള്ളൂ. രണ്ടാമത്തെ മോഡ്യൂളിനകത്ത് റേഷ്യോ, പ്രൊപ്പോർഷൻ, പ്രോഫിറ്റ്, ലോസ്. ഇപ്പം റേഷ്യോയുടെ ക്വസ്റ്റ്യൻസ്, പ്രൊപ്പോർഷൻ്റെ ക്വസ്റ്റ്യന്, പ്രോഫിറ്റ് ലോസ് കാണാനും ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിന് കാണാം. അതേപോലെ തന്നെ തേർഡ് മോഡ്യൂൾ വർക്ക്, ടൈം, വർക്ക് ആൻഡ് വേജസ്, പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ്. അതായത് ഇപ്പോൾ 5 പേര് 10 ദിവസം എടുക്കും ഒരു ജോലി കംപ്ലീറ്റ് ആക്കുക. അങ്ങനെയാണെങ്കിൽ 7 പേര് എത്ര ദിവസം എടുക്കും? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ചെയ്യാം? അതെല്ലാം PSCയുടെ ക്വസ്റ്റ്യൻസ് ആണ്. അതെല്ലാമാണ് ഇവിടെ പഠിക്കുന്നത്. അടുത്തത് ഫോർത്ത് മോഡ്യൂള് ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ബോർഡ്സ് ആൻഡ് സ്ട്രീം. അവിടെയും ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആ കാര്യങ്ങൾ, പല അലിഗേഷൻ റൂള്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിന് പുറമെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കുറേ ഈസി മെത്തേഡ്സും പഠിപ്പിക്കുന്നുണ്ട്. സെക്കൻഡ് സെമസ്റ്ററിലാണെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി 2 ആണ്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പം സീരീസ് ആൻഡ് പ്രോഗ്രഷൻ, അരിത്തമെറ്റിക് സീരീസ്, ജോമെട്രിക് സീരീസ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ തുടങ്ങിയ കാര്യങ്ങൾ. അതായത് നമുക്ക് കുറച്ച് നമ്പേഴ്സ് വന്നിട്ട് ബാക്കി എഴുതാൻ, ഇപ്പം 2, 3, 5, 7 ഡാഷ് അടുത്ത എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. സെക്കൻഡ് മോഡ്യൂളിനകത്ത് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ. തേർഡ് മോഡ്യൂൾ ഇക്വേഷൻ, ലീനിയർ ഇക്വേഷനും ക്വാഡ്രാറ്റിക് ഇക്വേഷനും സോൾവ് ചെയ്യാനോ കാര്യങ്ങളും. നാലാമത്തതിനകത്ത് പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, പ്രോബബിലിറ്റി. അതായത് ഇപ്പം 4 പേര് പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ എത്ര ഷെയ്ക്ക് ഹാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 6 പേര് ഒരു റൗണ്ട് ടേബിളിന് ചുറ്റും എത്ര രീതിയിൽ ഇരിക്കാൻ സാധിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ സഹായിക്കുന്ന മോഡ്യൂളാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഈ സിലബസ് കണ്ടല്ലോ. ഫസ്റ്റ് സെമ്മിലെ സെക്കൻഡ് സെമ്മിലെ സിലബസ് നിങ്ങളെ കാണിച്ചു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പലതും. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വളരെ ഈസിയാണ്. മാത്സ് എന്ന പേര് കേൾക്കുമ്പോൾ പേടിച്ചിരിക്കേണ്ട. നിങ്ങൾ ഈ സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലുപരി എക്സ്ട്രാ ആയിട്ട് നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ ഒരുപാട് എളുപ്പവിദ്യകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ MDC മാത്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്കതൊരു ജീവിതത്തിൽ പ്രയോജനകരമാവും. നിങ്ങൾ ഒരിക്കലും മാത്സ് എടുത്തെന്ന് കരുതി വിഷമിക്കേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായ MDC ആണ് മാത്സ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.